എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഫിസിക്സിൻ്റെ. അതിൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫിലമെൻ്റ് ലാബാണ്. ഇത് നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാനുള്ള സമയമായിട്ടില്ല ഈ ലാമ്പിന്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ നമ്മളിരുന്ന് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ഈ ലാമ്പിൻ്റെ കീഴിലായിരുന്നു അല്ലേ. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നതും. മെജോറിറ്റിയും ഇലക്ട്രിക് കറണ്ടിനെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, ഹീറ്റ് എനർജി ആയിട്ട് പാഴാക്കി കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയൊക്കെ ബൾബ് നമുക്ക് കിട്ടുമായിരുന്നു. ഒരു അരണ്ട വെളിച്ചമായിരുന്നു അല്ലേ. എൻ്റെ വാട്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സിന് വ്യത്യാസവും ഉണ്ടായിരുന്നു. ഈ ബൾബിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ധാരാളം വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. മുൻകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഫിലമെൻ്റ് ലാമ്പുകളാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിൽ ചെമ്പ് കമ്പിയുണ്ട്, ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്, ഗ്യാസ് കവചവും ഉണ്ട്. 2 ചെമ്പ് കമ്പികളിലേക്കാണ് ആ ടങ്സ്റ്റൺ ഫിലമെൻ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. സാധാരണ വോൾട്ടേജിൽ ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നു. അതിനാൽ ഇത്തരം ബൾബുകളെ ഇൻകാൻഡസെന്റ് അഥവാ താപത്താൽ തിളങ്ങുന്നത് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നു. ഇതിൽ ടങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റണിന് ചുട്ടുപഴുത്ത് ഏറെ നേരം ധവള പ്രകാശം നൽകാൻ കഴിയും. വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ടങ്സ്റ്റൺ ഫിലമെന്റ്. ഫിലമെന്റിന്റെ ഓക്സീകരണം തടയാനായി ബൾബിനകവശം വായു ശൂന്യമാക്കുന്നു. സാധാരണ എയർ ആണ് ഈ ഫിലമെന്റ് ലാമ്പിൽ അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പിലൊക്കെ നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ ഫിലമെന്റ് കത്തി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്സീകരണം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബിനകവശം വാക്വം ആക്കി വെക്കുന്നത്. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ ബൾബിൽ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകം നിറയ്ക്കുന്നു. എങ്ങനെയാണ്? വേപ്പറൈസേഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ഈ ഫിലമെന്റ് ലാമ്പിനുള്ളിൽ നിറയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ സാധാരണയായി നൈട്രജൻ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ബൾബിൻ്റെ ഉൾഭാഗം വായുശൂന്യമാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? അതിലടങ്ങിയിരിക്കുന്ന ഓക്സിജനുമായിട്ട് ഫിലമെന്റ് റിയാക്ട് ചെയ്ത് കത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കത്തി നശിച്ചു പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വായുശൂന്യമാക്കുന്നത്. ബൾബിനുള്ളിൽ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ നിറച്ചിരിക്കുന്നത് എന്തിനാണ്? അലസവാതകം അഥവാ ഇനേർട്ട് ഗ്യാസ്. അത് നമുക്കറിയാം, ഇനേർട്ടാണല്ലേ. അത് റിയാക്ട് ചെയ്യില്ല, മറ്റ് എലമെൻറ്റുകളുമായിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഫിലമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെല്ലാം സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെന്റായി ഉപയോഗിക്കുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട് ടങ്സ്റ്റൺ ഫിലമെന്റിന്. അതുകൊണ്ട് തന്നെ അത് കറണ്ട് ഫ്ലോയെ അത് തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. ഉയർന്ന ദ്രവണാങ്കം, അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പരമാവധി ടെമ്പറേച്ചറിന് അതിന് താങ്ങാൻ കഴിയും. പെട്ടെന്നൊന്നും അങ്ങനെ മെൽറ്റ് ചെയ്ത് പോകത്തില്ല. നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു. ഹൈ ഡക്റ്റിലിറ്റി ആണ്. നേർത്ത കമ്പികളാക്കി മാറ്റാനായിട്ട് നമുക്ക് ടങ്സ്റ്റൺ ഫിലമെന്റിന് സാധിക്കുന്നു. ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചുട്ടുപഴുത്ത ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവുണ്ട് ടങ്സ്റ്റൺ ഫിലമെന്റിന്. അപ്പോൾ എന്തൊക്കെയാണ് ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ സവിശേഷതകൾ? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാനായിട്ട് കഴിയുന്നു. അതുപോലെ ചുട്ടുപഴുത്ത ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവുമുണ്ട് ടങ്സ്റ്റൺ ഫിലമെന്റിന്. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റായി നിക്രോം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നിക്രോം വയർ റെഡ് ഹോട്ടായിട്ട് കുറേ നേരം നിലനിൽക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അത് വൈറ്റ് ലൈറ്റ് തരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നിക്രോം ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഫിലമെന്റ് ലാമ്പ് അല്പനേരം മാത്രം പ്രകാശിപ്പിച്ച ശേഷം ബൾബിനെ സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും അല്ലേ. പ്രകാശം ലഭിക്കാനായി നൽകിയ വൈദ്യുതോർജ്ജത്തിൻ്റെ കുറേ ഭാഗം താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. എന്തുകൊണ്ട് നൈട്രജൻ? സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്നു. ഒരു ഇനേർട്ട് ഗ്യാസിനെ പോലെയാണ് നൈട്രജൻ സാധാരണ രീതിയിലുള്ള ടെമ്പറേച്ചറിലൊക്കെ ബിഹേവ് ചെയ്യുന്നത്. താപനിലയിലുള്ള നേരിയ വർധനവ് നൈട്രജൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്നില്ല.
അപ്പോൾ ചില ഗ്യാസുകളൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. എന്നാൽ നൈട്രജൻ അങ്ങനെ ഒരു വികാസം ഉണ്ടാകുന്നില്ല. നൈട്രജൻ പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്നതും ബൾബുകളിൽ ഉപയോഗിക്കാൻ കാരണമാണ്. ബൾബിനുള്ളിൽ വായുവിൻ്റെ അഭാവത്തിൽ ഈ വാതകം പൂർണ്ണമായും അലസമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നൈട്രജൻ ബൾബിൽ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ? സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്നു. താപനിലയിലുള്ള നേരിയ വർധനവ് നൈട്രജന്റെ വികാസത്തെ സ്വാധീനിക്കുന്നില്ല. നൈട്രജൻ പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്നു. ബൾബിനുള്ളിൽ വായുവിന്റെ അഭാവത്തിൽ ഈ വാതകം പൂർണ്ണമായും അലസമായി നിലനിൽക്കുന്നു. ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. ഇതുമൂലം ഇവയുടെ ക്ഷമത കുറവാണ്. ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഭൂരിഭാഗവും ഹീറ്റായിട്ട് അതിന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ലാമ്പിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. ഫിലമെന്റ് ലാമ്പുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി അല്ലേ? വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന മറ്റ് ഏതെല്ലാം ലാമ്പുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, LED ലാമ്പ്, അങ്ങനെ വിവിധ തരം ലാമ്പുകൾ നമ്മളിനി പരിചയപ്പെടും. ആദ്യം നമുക്ക് ഡിസ്ചാർജ് ലാമ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, CFL, ഇവയെല്ലാം തന്നെ ഡിസ്ചാർജ് ലാമ്പുകളാണ്. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഇവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുകയും, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തുകയും, ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. ഊർജ്ജനിലകളിലെ വ്യത്യാസത്തിനനുസരിച്ച് വിവിധ വർണ്ണപ്രകാശങ്ങളും മറ്റ് വികിരണങ്ങളും ലഭ്യമാകുന്നു. ഇൻകാൻഡസന്റ് ലാമ്പുകൾക്ക് പകരം ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ്? നമുക്ക് ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ചൂട് മാത്രമേ അവ പുറന്തള്ളുകയുള്ളൂ. ലൈഫ് സ്പാൻ കൂടുതലാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവയൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പുകളുടെ മേന്മകൾ. നിങ്ങളൊരു ബൾബ് തിരഞ്ഞെടുക്കുമ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് പരിഗണിക്കുന്നത്? കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ലാമ്പുകളാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുക അല്ലേ? അങ്ങനെ ഒന്നാണ് LED ബൾബ്. അടുത്ത നമുക്ക് LED ബൾബ് എന്താണെന്ന് നോക്കാം. LED ബൾബ് അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ് എന്നാണ് അറിയപ്പെടുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് LEDകൾ. ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല ഇവിടെ. ഇനി മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. ഇനി അടുത്തതായി LED ബൾബുകളുടെ നിർമ്മാണം, കേടുപാടുകൾ തീർക്കൽ, പുനരുപയോഗം, സംസ്കരണം, ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റുള്ളവയേക്കാൾ മേന്മയുള്ളവയാണ് LED ബൾബുകൾ. എന്തൊക്കെയാണ് LED ബൾബുകളുടെ മേന്മകൾ? കുറഞ്ഞ വൈദ്യുത ഉപയോഗം, ക്ഷമത കൂടുതൽ ആയുസ്സ് തുടങ്ങിയവയാണ് ഇവയുടെ മേന്മകൾ. LED ലാമ്പുകൾ പ്രവർത്തിക്കുന്നതിന് വളരെ കുറഞ്ഞ വൈദ്യുതി ആവശ്യമുള്ളൂ. എഫിഷ്യൻസി ഇവയ്ക്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് ടൈമും കൂടുതലായിരിക്കും. ഈ കാരണങ്ങളാലാണ് നമ്മൾ ഫിലമെന്റ് ലാമ്പുകൾക്ക് പകരം ഇപ്പോൾ LED ബൾബുകൾ ഉപയോഗിക്കുന്നത്. അടുത്തത് LED ബൾബുകളുടെ പാർട്ടുകളാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസ് യൂണിറ്റ് E22, ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗമാണിത് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗമാണ് ബേസ് യൂണിറ്റ്. അടുത്തതാണ് ഹീറ്റ് സിങ്ക്. ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനം. അടുത്തതാണ് ബേസ് പ്ലേറ്റ്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റാണിത്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ്. ഇനി ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. ഇവ എന്തിനാണുള്ളത്? LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂകളാണ് ബേസ് കണ്ടക്ടർ സ്ക്രൂകൾ. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂകളാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. അടുത്ത ഭാഗമാണ് പവർ സപ്ലൈ ബോർഡ്. LED ഡ്രൈവർ AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടത നൽകുകയാണ് ഇതിൻ്റെ ധർമ്മം. 5 വാട്ട്, 7 വാട്ട്, 9 വാട്ട് ബൾബുകൾക്ക് ഒരേ ബോർഡ് ഉപയോഗിക്കാം. അടുത്ത ഭാഗമാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. LED ചിപ്പ് ബോർഡ് എന്ന് പറയും. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ബോർഡിലാണ്. ഇതിൽ പ്ലസ് മൈനസ് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കും. അടുത്തത് ഡിഫ്യൂസർ കപ്പ്. ഇത് ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. ആ പാർട്സുകളുടെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ,
LED ഡ്രൈവർ അതായത് പവർ സപ്ലൈ ബോർഡ്, പിന്നെയോ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് അതായത് LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്, അവസാനത്തത് ഡിഫ്യൂസർ കപ്പ്. ഇത്രയും ഭാഗങ്ങളാണ് LED ബൾബിനുള്ളത്. ഇവിടെ ഫിഗറിൽ LED ബൾബ് സർക്യൂട്ട് പൂർത്തിയാക്കിയൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. കൂടാതെ LED ബൾബ് നിർമ്മിക്കാൻ ആവശ്യമായി വരുന്ന അനുബന്ധ സാമഗ്രികളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഇൻസുലേഷൻ ടേപ്പ്, പ്ലെയർ, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, വയർ സ്ട്രിപ്പർ, സോൾഡറിങ് അയൺ, സോൾഡർ അതായത് ലെഡ്, സോൾഡറിങ് വാക്സ്. ഇത്രയും സാമഗ്രികളാണ് നമ്മളൊരു LED ബൾബ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി LED ബൾബിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബേസ് യൂണിറ്റ് ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. ബേസ് യൂണിറ്റ് ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. പവർ സപ്ലൈ ബോർഡിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് വയറുകൾ പുറത്തു കാണുന്ന രീതിയിൽ ബോർഡിൽ പൊടിയും ഈർപ്പവും വരാതിരിക്കാൻ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുക. പവർ സപ്ലൈ ബോർഡിലെ ഇൻപുട്ട് ഭാഗത്ത് കാണുന്ന വയറുകൾ ഹീറ്റ് സിങ്ക്, ടെർമിനൽ ദ്വാരം എന്നിവയിലൂടെ കടത്തി ബാക്ക് കണ്ടക്ടറിൽ ഉറപ്പിക്കുക. ഔട്ട്പുട്ടിലെ ചുവപ്പ് നിറത്തിലുള്ള വയർ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ പോസിറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തും കറുത്ത വയർ നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തും ഉറപ്പിക്കുക. LED പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിന് പിന്നിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് പുരട്ടിയ ശേഷം ബേസ് പ്ലേറ്റിൽ ഉറപ്പിക്കുക. ഹീറ്റ് സിങ്ക് ഡിഫ്യൂസർ ഉപയോഗിച്ച് അമർത്തി അടയ്ക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ LED ബൾബ് ഹോൾഡറിൽ ബന്ധിപ്പിച്ച് പ്രകാശിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു LED ബൾബ് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും പതിയെ നിർമ്മിക്കുക. ഞാൻ ഏതായാലും അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്തത് LED ബൾബുകളുടെ തകരാറുകൾ പരിഹരിക്കലാണ്. എങ്ങനെ പരിഹരിക്കാം നോക്കാം. ഒരു LED ബൾബ് അനേകം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ ഒരു ശ്രേണീബന്ധനമാണ്. ശ്രേണീബന്ധനത്തിൽ എവിടെയെങ്കിലും ബന്ധം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഡയോഡ് പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ ബൾബ് പ്രകാശിക്കാതെ വരും. ഒരു LED ബൾബിലെ റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ എന്നിവയിലേതെങ്കിലും പ്രവർത്തനരഹിതമായാലും LED ബൾബുകൾ പ്രകാശിക്കുകയില്ല. LED ബൾബുകളിലെ നിസ്സാരമായ തകരാറുകൾ പോലും ബൾബിനെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കും. ഇത്തരം തകരാറുകൾ ഇനി എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. LED ബൾബ് കേടുപാട് തീർക്കാൻ ആവശ്യമായ ടൂളുകൾ തിരിച്ചറിയാം. ഏതൊക്കെയാണ്? ആദ്യത്തേത് സോൾഡറിങ് അയൺ, രണ്ടാമത്തേത് മൾട്ടിമീറ്റർ, മൂന്നാമത്തേത് ടെസ്റ്റർ, അടുത്തത് സ്ക്രൂ ഡ്രൈവർ, പിന്നെ LED ചിപ്പ്, നോസ് പ്ലെയർ, ട്വീസർ. LED ബൾബുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ LED ബൾബിൻ്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ, ലോഹഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഭാഗങ്ങൾ ഇവ വേർതിരിച്ചെടുക്കുക. ഇവ സംസ്കരിക്കുന്ന ഇടങ്ങളിൽ എത്തിക്കുക. ഊർജം സംരക്ഷിക്കുന്നത് ഊർജം നിർമ്മിക്കുന്നതിന് തുല്യമാണ്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വിലയിരുത്താം എന്ന സെക്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാരും കാണാതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഫിസിക്സ് ആണ്, പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്